ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ CSCB റാങ്ക് മേക്കർ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് RBIനെ കുറിച്ചാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. RBIയുടെ ഫുൾ ഫോം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1926 ഹിൽട്ടൺ ആൻഡ് കമ്മിറ്റിയാണ് RBI റെക്കമെൻഡ് ചെയ്തത്. ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ ദ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നും അറിയപ്പെടുന്നുണ്ട്. 1934 RBIയുടെ ആക്ട് നിലവിൽ വന്നത്. 1935 ഏപ്രിൽ 1 RBI നിലവിൽ വന്നത്. RBIയുടെ ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ 5 കോടിയാണ്. RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയാണ്. ആദ്യം അത് കൽക്കട്ടയിലായിരുന്നു. 1937 മുംബൈയിലേക്ക് മാറ്റി. RBI നാഷണലൈസ് ചെയ്തത് 1949 RBI നോട്ടടിച്ചു തുടങ്ങിയത് 1938. RBIക്ക് 4 ലോക്കൽ ബോർഡേഴ്സാണുള്ളത്: മുംബൈ, കൽക്കട്ട, ചെന്നൈ, ന്യൂഡൽഹി. 4 ലോക്കൽ ബോർഡേഴ്സും 19 റീജിയണൽ ഓഫീസുമാണുള്ളത്. RBIയുടെ ഫസ്റ്റ് ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. RBIയുടെ ഫസ്റ്റ് ഗവർണർ ഓസ്ബോൺ സ്മിത്ത്. RBIയുടെ ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ CD ദേശ്മുഖ്. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ CD ദേശ്മുഖ്. RBIയുടെ ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ്. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ്. RBIയുടെ 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. RBI ബാങ്കേഴ്സ് ബാങ്ക് എന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നും ബാങ്ക് അറ്റ് ലാസ്റ്റ് റിസോർട്ട് എന്നും അറിയപ്പെടുന്നു. RBI is the custodian of cash reserve of commercial banks. The guardian of Indian money market is RBI. RBI acts as banker to government as per section 20 of RBI Act. RBI is known as Bank of Clearance, Settlement and Transfer. RBI is the custodian of Foreign Exchange Reserve of India. The guardian of Indian money market is RBI. Monetary policy in India is the policy of RBI. The system of note issue followed in India is minimum reserve system. RBI adopts 2 methods of credit control: quantitative method and qualitative method. Cash reserve ratio is fixed by RBI. RBI ആക്ടിൻ്റെ സെക്ഷൻ 42 ക്യാഷ് റിസർവ് റേഷ്യോനെ പറ്റി പറയുന്നത്. RBI ആക്ടിൻ്റെ സെക്ഷൻ 49 ബാങ്ക് റേറ്റിനെ പറ്റിയാണ് പറയുന്നത്. ബാങ്ക് റേറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്കൗണ്ട് റേറ്റ്. Banks which is included in the second schedule of RBI Act 1934 is known as scheduled banks. Prior authorization scheme was introduced by RBI in 1965. RBI started the lead bank scheme in 1969. Banking ombudsman is appointed by RBI. Cooperative ombudsman ആണെങ്കിൽ government. SBI acts as the sole agent for RBI where RBI has no branch. The chief executive of RBI is governor. The term of office of governor and deputy governors are for 5 years. അപ്പോൾ ഇത്രയുമാണ് RBI കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.